നമുക്ക് ഓരോ കാറ്റഗറീസ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ദിയ, ഒന്ന് അഹാന, ഇഷാനി, ഹൻസിക, അങ്ങനെ നമ്മുടെ 4 പേരുടെ പേരിലാണ് വരുന്നത്. അഹാന എന്ന് പറയുമ്പോൾ സാരിയുടെ കാറ്റഗറിയാണ്. ദിയ എന്ന് പറയുമ്പോൾ ഡയമണ്ട് ലുക്കിലെ കളക്ഷൻ. എന്താണ് പുതിയൊരു സംരംഭത്തിനെ കുറിച്ച് പറയാം? വളരെ സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്നെ അഫ്കോഴ്സ് എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുള്ള എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട്, എന്റെ കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഇന്നിപ്പോ ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. ബ്ലെസ്ഡ് സ്റ്റേജ്. അതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു നന്ദി പറയുന്നത്, അന്ന് നമുക്കറിയാം ചെറിയൊരു വിഷയമുണ്ടായ സമയത്തും പൂർണ്ണമായ പിന്തുണ നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടായി. അതിന് പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. കാരണം വെച്ചാൽ അന്ന് ആ പ്രശ്നം തരണം ചെയ്യാൻ എല്ലാ ജനവിഭാഗത്തിനോട് അതിൻ്റെ മീഡിയയുടെ വലിയൊരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഒരു വിഭാഗം നമുക്ക് തിരിഞ്ഞപ്പോഴും ബഹുഭൂരിപക്ഷം നമുക്കായി സംസാരിച്ചു. അപ്പോൾ ആ പ്രശ്നം തരണം ചെയ്യാൻ അന്ന് നിങ്ങളുടെ സഹായം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു പുതിയ ഷോറൂം മകള് ദിയ ഓപ്പൺ ചെയ്തിരിക്കുന്നു. ദിയ അശ്വിനുമുണ്ട്. അപ്പോൾ ഇവർക്ക് തുടർന്നും ഉള്ള എല്ലാവിധ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മുൻകൂർ നന്ദി പറയുന്നു നിങ്ങൾ തരാൻ പോകുന്ന സഹായ സഹകരണം. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ക്ലോത്തിങ് ബ്രാൻഡ് അങ്ങനെ തുടങ്ങണം എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും സാരി ഉണ്ട്, വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിലുള്ള പല മെറ്റീരിയൽസിന്റെ സാരി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഓരോ കാറ്റഗറീസ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ദിയ, ഒന്ന് അഹാന, ഇഷാനി, ഹൻസിക, അങ്ങനെ നമ്മുടെ 4 പേരുടെ പേരിലാണ് വരുന്നത്. അഹാന എന്ന് പറയുമ്പോൾ സാരിയുടെ കാറ്റഗറിയാണ്. ദിയ എന്ന് പറയുമ്പോൾ ഡയമണ്ട് ലുക്കിലെ കളക്ഷൻസ് ആണ്. ഇഷാനി എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യൻ ജ്വല്ലറി ആണ്. ഹൻസിക എന്ന് പറയുമ്പോൾ ഫുള്ളി ഡിസൈനർ പീസുകളാണ്, എക്സ്ക്ലൂസീവ് പീസുകളാണ്. അപ്പൊ ഇങ്ങനെ 4 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എന്ത് ടൈപ്പ് നോക്കി വരുന്നവർക്കായാലും ഗെറ്റ് ഇറ്റ് ഹിയർ. ആ ഒരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും. ഐ എം ഹോപ്പിംഗ് ടു ഗെറ്റ് എ ലോട്ട് ഓഫ് ന്യൂ കസ്റ്റമേഴ്സ്. ആൻഡ് നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് ഓഫ്കോഴ്സ് ലോയൽ കസ്റ്റമേഴ്സ് ഒത്തിരി പേരുണ്ട്. ഐ എം എക്സ്പെക്ടിങ് എ ലോട്ട് ഓഫ് ന്യൂ കസ്റ്റമേഴ്സ് ആസ് വെൽ ഇവിടെ. അല്ല, ഞാൻ പറഞ്ഞൊരു തിരുത്തം, ഞാൻ ഓസിയും അശ്വിനും കൂടി തുടങ്ങിയെന്നാണ്. ഓസിയും അശ്വിനും ഓമിയും കൂടി ഉണ്ട്. അത് പറയാൻ വിട്ടു. അതെ 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 അതെ. അശ്വിന്റെ ഹെൽപ്പ് കൊണ്ടാണ് സത്യം പറഞ്ഞ ഇവിടെ ഒരുപാട് എന്റെ വെബ്സൈറ്റിലെ കാര്യമായാലും ബാർകോഡിന്റെ എല്ലാം ഒരുപാട് കാര്യങ്ങൾ അശ്വിന്റെ സപ്പോർട്ട് കാരണം ഇന്ന് ഈ ഒരു ഡേറ്റ് സത്യം പറഞ്ഞാൽ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പറ്റിയത്. സോ അശ്വിന്റെ താങ്ക്സ് എനിക്ക് പറയാനുള്ളൂ. അതിന് അശ്വിന്റെ നന്ദി പറയണം. അവർ പഠിപ്പിച്ച് വിട്ടോണ്ട്. അതെ 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 അവരോടാണ് ഫസ്റ്റ് താങ്ക് യു. ഇനി അങ്ങനെ ഒരു സ്കാം നടക്കാതിരിക്കാൻ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടോ? അഫ്കോഴ്സ് അത് എടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പുതിയ സ്റ്റാഫുകൾ എല്ലാവരും വെൽ ട്രെയിൻഡ് ആണ്. പിന്നെ അച്ഛന്റെ ഓഫീസിൽ അച്ഛനും സന്തോഷം, അച്ഛന്റെ ഫ്രണ്ട് സന്തോഷങ്ങളും കൂടെ ചേർന്നാണ് ഇവരെല്ലാവരും റിക്രൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് അവരുടെ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത്തവണ വെരി വെൽ പ്രിപ്പയർഡ്. അത് എന്തൊക്കെ പറഞ്ഞാൽ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. അതായത് ഇതിനകത്ത് ബേസിക് സംഭവം എന്ന് വെച്ചാൽ ഒരാൾ കക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പോഴുന്നല്ല. അപ്പം നമ്മുടെ ഭാഗത്ത് നമ്മൾ ഒരു എറ്റേണൽ വിജിലൻസ് എന്ന് പറയും. എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കണം. പക്ഷെ ലോകത്ത് നമ്മൾ കാണാറില്ലേ, ഒരു പുതിയ സ്കാം വരുമ്പോൾ അത് തടയാൻ വേറൊരു സാധനം കൊണ്ടുവരും, അതിനെ മറികടക്കാൻ വേറെ വരും. അത് ലോകം അങ്ങനെയാണ്. അപ്പം അത് മനുഷ്യരിൽ നന്മ വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരളവരെ പരിഹരിക്കും. പക്ഷെ നമ്മൾ ജാഗരൂകരായിരിക്കണം. നിങ്ങളുടെ ചോദ്യം ശരി തന്നെയാണ്. നമ്മൾ കൂടി കുറച്ചുകൂടി അലേർട്ടായിരിക്കണം. തുടക്കത്തിൽ ചീത്തപ്പേരുണ്ടായെങ്കിലും അവസാനം നിങ്ങൾക്ക് അല്ലേ അനുകൂലമായിട്ട് വന്നു. അത് എങ്ങനെയാണ്? അതൊരു ദൈവാധീനം തന്നെ പറയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഈ അദൃശ്യ ശക്തികൾ എന്ന് പറയും. ആ സമയത്ത് നമ്മളെ കേരളത്തിൽ ഒന്നടങ്കം ഇതിനകത്ത് ജാതിയോ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ ഒന്നടങ്കം ആൾക്കാർക്ക് തോന്നി നമ്മുടെ ഭാഗത്ത് ചെയ്യുന്നത്. പക്ഷെ അതന്നും ഇന്നും ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ജീവിതത്തിൽ സത്യം ശീലമാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കെന്നും നമ്മളെ സഹായിക്കുന്ന ശക്തികൾ വരും. താങ്ക് യു സോ മച്ച്. ചൂട് സമയത്ത് ഇത്ര നേരം കാത്തു ഓരോ ബ്രാൻഡിനെ കുറിച്ച് പറയാം. അവര് വിടാവോ? കാരണം അവരുടെ പ്രോഡക്റ്റ് ഇല്ല. അല്ല, അവരുടെ പ്രോഡക്റ്റ് ഇല്ല അകത്തിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ഓരോ ബൈറ്റുകൾ വന്നിട്ടാണ് അറിയുന്നത്. അവരവരുടെ പേരിലൊരു സംഭവം ഞാൻ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ആക്ച്വലി ഞാൻ 2 ദിവസം മുന്നേ പറഞ്ഞത് അവരവരുടെ പേരിൽ സെക്ഷൻ ഉണ്ടെന്ന്. അത് എന്ത് സെക്ഷൻ ആണെന്ന് അവരിപ്പോ വന്നിട്ടാണ് അറിയുന്നത്. അവർക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഹായ് അമ്മ, എങ്ങനെയുണ്ട് പുതിയൊരു സംരംഭം? എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ആണോ? ഇപ്പൊ എല്ലാവരുടെ ബ്രാൻഡും ഇതിനകത്തുണ്ടല്ലോ. ഓരോ പ്രൊഡക്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. അഹാന, എന്താണ് പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാണ്? അഹാനയുടെ പേരിൽ ലോഞ്ച് അങ്ങനെയല്ല, ഇത് ഉപയോഗിയുടെ
ഓസിയുടെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഓസിയിൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഡിഫറെന്റ് ജ്വല്ലറി ആണെങ്കിലും ഡിഫറെന്റ് കാറ്റഗറീസ് ജ്വല്ലറി ഉണ്ട്. ബ്രൈഡൽ ടൈപ്പ് ഉണ്ട്, ഡെയിലി വെയർ ടൈപ്പ് ഉണ്ട്. അപ്പം അതിനെ ദിയ കാറ്റഗറൈസ് ചെയ്തു. പിന്നെ ദിയ റീസെന്റ് സാരീസും തുടങ്ങിയിരുന്നു. അപ്പം ഇതിനെ കാറ്റഗറൈസ് ചെയ്തപ്പോൾ ഓരോന്നിന് അഹാന, ദിയ, ഇഷാനി, ഹൻസിക എന്ന് പേരിട്ടത് മാത്രം. അല്ലാതെ പുതിയൊരു പ്രോഡക്റ്റ് തുടങ്ങി അങ്ങനെയല്ല. അത് ഓസിയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലും ആക്ച്വലി ഒരുപാട് ബഡ്ജറ്റ് റേഞ്ചസിലുള്ള പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ അതിനെ കസ്റ്റമേഴ്സിന് ഈസി ആക്കാൻ വേണ്ടി വേർതിരിച്ച് കാറ്റഗറീസ് ആക്കി. അതാണ് അഹാനയുടെ പേരിൽ എന്തൊക്കെയാ ഉള്ളത് ഇവിടെ? എന്റെ പേരിൽ സാരീസ് ആണ്. റീസെന്റ് സാരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ബ്രൈഡൽ സാരീസ് ഒക്കെ, ബ്രൈഡൽ സാരീസ് മോസ്റ്റ്ലി അഫോർഡബിൾ, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ബ്രൈഡൽ സാരീസ് ആണ്. ഇൻഫാക്ട് ഐ തിങ്ക് നമ്മൾ ഈ അടുത്ത് ഒരു വെഡിങ്ങിന്, നമ്മുടെ പരിചയത്തിലുള്ള ഒരാളുടെ വെഡിങ്ങിന് പോയപ്പോൾ കുറെ പേര് അവിടെ ഓസിയിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. അപ്പം അതാണ് അഹാന എന്നുള്ള പേരിൽ. ഷാനി എന്ന് പറഞ്ഞാൽ കൂടുതലും സൗത്ത് ഇന്ത്യൻ, ആക്ച്വലി അതാണ് എല്ലാവരും അന്വേഷിച്ച് വരുന്നൊരു ജ്വല്ലറി, സൗത്ത് ഇന്ത്യൻ. ദുബായിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ പീസസ് അതാണ് സൗത്ത് ഇന്ത്യൻ. പക്ഷെ അല്ല, ഇത്തവണ ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ ഹൻസിക എന്നുള്ളതിനകത്ത് അത് നോർത്ത് ഇന്ത്യൻസ് ഇരുന്ന ടൈപ്പാണ്. ഫുൾ എക്സ്ക്ലൂസീവ് ഐറ്റംസ്, ലെഹങ്കയുടെ കൂടി ഇടുന്നത്. ഇഷാനി എന്താ പറയാനുള്ളത്? ഞാൻ നിങ്ങളെ പോലെ ആക്ച്വലി ആദ്യമായിട്ടാണ് കടയിൽ വന്ന് എല്ലാം കാണുന്നത്. ഫോട്ടോസിലൂടെ കണ്ടിട്ടുണ്ട്, അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. വർക്ക് നടക്കുമായിരുന്നു. അപ്പോൾ ഞാനും ആക്ച്വലി ഫുൾ നല്ല കണ്ടുവരുന്നേ ഉള്ളൂ, ഫുൾ കണ്ടില്ല. ബട്ട് വെരി വെൽ ഡൺ, ഇന്റീരിയേഴ്സും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ പേരിൽ ചെയ്ത നല്ല രസമുണ്ട്. ഐഡിയ ഓസിയുടെ അതെ, നല്ല രസമുണ്ട്. ഓരോ റൂമിൽ ഇങ്ങനെ ഓരോ പേരൊക്കെ. പണ്ട് ഓസിയുടെ ചെറിയൊരു സ്റ്റോർ ആയിരുന്നപ്പോൾ ആക്ച്വലി ഒരുപാട് പേര് ബ്രാൻഡ് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഒരുപാട് പോപ്പുലർ ആയതുകൊണ്ട് ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഉള്ളവരല്ലാത്തവർ പോലും ട്രിവാൻഡ്രത്ത് വരുമ്പോൾ അവിടെ വന്ന സാധനങ്ങൾ കണ്ട് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ സ്റ്റോർ ആക്കിയപ്പോൾ നാച്ചുറലി ആ കുഞ്ഞു സ്റ്റോർ ആയിരുന്നപ്പോൾ ഉറപ്പായിട്ടും വന്ന് ഷോപ്പ് ചെയ്യുന്നവർക്ക് ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് അത്ര നല്ലതായിരുന്നില്ലായിരിക്കാം. കാരണം ഇത് വാസ് എ വെരി സ്മോൾ ഷോപ്പ്. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു ഓസി ഡൽഹിയിലെ പോലത്തെ ജ്വല്ലറിക്ക് ഇത്രയും വലിയൊരു സ്റ്റോർ റെയർ ആയിട്ടാണ് ഉള്ളത്. അപ്പം വിത്ത് സച്ച് ബ്യൂട്ടിഫുൾ ഇന്റീരിയേഴ്സ്. അപ്പം ട്രിവാൻഡ്രത്തുള്ളവർക്കാണെങ്കിലും ഇവിടെ വെബ്സൈറ്റിൽ നിന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നതല്ലാതെ യു ക്യാൻ കം ടു ദ സ്റ്റോർ ആൻഡ് പർച്ചേസ്. ട്രിവാൻഡ്രത്ത് ഇല്ലാത്തവർ ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറാണ്. അപ്പം എല്ലാം നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ഒക്കെ ചെയ്തിരിക്കുമ്പോൾ വന്ന് കണ്ട് നോക്കി പർച്ചേസ് ചെയ്യാൻ ഐ തിങ്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറാണ് ദിയ ഇവിടെ കവിയാർ കുറവമാണ്. ഇറ്റ്സ് ലൈക്ക് ദ ഹാർട്ട് ഓഫ് ട്രിവാൻഡ്രം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഇളയ ആൾക്കാണ്, എന്താണ് പറയുന്നത്? ഭയങ്കര ഭംഗിയുള്ളൊരു സ്റ്റോറാണ്, വെരി ബ്യൂട്ടിഫുൾ പീസസ്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യണം. കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് അല്ലേ? ഫ്രണ്ട്സ് തന്നെ വരും കസ്റ്റമേഴ്സിന്. ആളുടെ പേരിൽ എന്തൊക്കെയാ ഉള്ളത് ഇവിടെ പ്രോഡക്ട്സ്? എന്റെ നെയിമിലുള്ളത് കുറച്ചുകൂടി ലെഹങ്ക, ഫുൾ ഡിസൈനർ പീസ്, അതായത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് സൈഡിലോട്ടുള്ളതാണ്. വെഡിങ്സിനൊക്കെ നമ്മുടെ സംഗീത് ഓസി വെഡിങ്ങിന് ഇട്ടില്ലേ? അതുപോലെ അതെ അതെ അതെ. ഞാൻ എന്റെ വെഡിങ്ങിന് ഇട്ട ഒരു ലുക്ക് ഉണ്ടായിരുന്നു. ആ ടൈപ്പ് ഐറ്റംസ് ഏത് കാറ്റഗറി? സൗത്ത് ഇന്ത്യൻ ഇഷാനി കാറ്റഗറി വരുന്നത്. ഞാനിപ്പോ ഇട്ടേക്കുന്ന പോലെ ഞാൻ ഈ ഇട്ടേക്കുന്ന ഇതൊക്കെ ഇഷാനിയാണ്. ഇതെല്ലാം ഇഷാനിയ, എല്ലാം ഇഷാനി ടൈപ്പിൽ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കൂടുതലും ഇഷാനി ടൈപ്പ് അല്ല പ്രിഫർ ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള പീസുകളുണ്ട്, എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള. അപ്പൊ ഏത് കാറ്റഗറി അന്വേഷിച്ച് വരുന്നവർക്കായാലും വിൽ ബി ഏബിൾ ടു ഓഫർ ദാറ്റ് ടു യു. പിന്നെ എല്ലാവരുടെ പേരിലും ആയി, അച്ഛൻ്റെ അമ്മയുടെയും പേരിലും കൂടെ കേരള ഹാൻഡ്ലൂം പ്രൊഡക്ട്സ് തുടങ്ങിയിട്ട് നമുക്ക് മേ ബി ഒരു മെൻസ് വെയർ ഒക്കെ അല്ല, അമ്മയുടെ പേരിൽ ഹാൻഡ്ലൂംസ് ഒക്കെ തുടങ്ങാമല്ലോ, കസവ് സാരി അങ്ങനെയൊക്കെ. അത് തുടങ്ങുമ്പോൾ മേ ബി അത് സിന്ധുന്നും മെൻസ് വെയർ കേക്ക് എന്നൊക്കെ നമുക്ക് ആക്കാം. പിന്നെ കിഡ്സ് വെയർ ആണെങ്കിൽ ഓമിന്നാക്കാം. അങ്ങനെ നമുക്ക് വീട്ടിൽ കുറെ പേരുള്ള കാറ്റഗറിയും കുറെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിൽക്കാവോ? അച്ഛനെയും കൂടെ ഒന്ന് വിളിച്ചിട്ട്.